എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ രാവിലെ എഴുന്നേറ്റപ്പോൾ നേരൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല. പിന്നെ രാവിലെ വന്ന് നോക്കിയപ്പം നമ്മൾ തലേന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളയപ്പം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു, ചക്കരയ്ക്ക് ക്ലാസ്സൊക്കെ തുടങ്ങിയില്ലേ. സഞ്ജുവിന് പിന്നെ എക്സാം ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് എക്സാമാണ്. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെ ഇന്ന് ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഈ വെള്ളം ഒന്ന് മാറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ വെളുത്തുള്ളി മല്ലി അങ്ങനെ ഒന്നും ഇട്ടിട്ടല്ല കേട്ടോ വയ്ക്കാം. വെറും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഒരു ഗ്രേവി പോലെ ആക്കിയിട്ടാണ് കേട്ടോ കറി വയ്ക്കുക. ഒരുപാട് മുളകൊന്നും ഇടില്ല. പച്ചമുളക് ഒരു എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെയാണ് കറി വയ്ക്കുക. കുക്കറിലൊന്ന് വിസിലടിക്കുമ്പോഴത്തേക്ക് പിന്നെ ചക്കരയ്ക്ക് ഇതായി കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് കൂടി ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിവേപ്പില ഇട്ടു. പിന്നെ ഒന്ന് കടുക് കൂടി തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി കേട്ടോ. ഇതൊന്ന് വറ്റ കൂടി ചെയ്യുമ്പോൾ ഒന്ന് തിക്കായിട്ടുള്ളൊരു ഗ്രേവിയായി വരും കേട്ടോ. കറിയൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വെള്ളയപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. വെള്ളയപ്പത്തിനായാലും ഇഡ്ഡലി ദോശ ഒക്കെ മാവ് തലേ ദിവസം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നോക്കുക ആ മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ടോ എന്നാണ് കേട്ടോ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനസ്സിനൊരു സന്തോഷം കേട്ടോ. വേഗം അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ. ചിലപ്പോൾ ഇഡ്ഡലി മാവൊക്കെ ചിലപ്പോൾ അങ്ങനെ പൊന്തി വരാതിരിക്കും. ചില സമയത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നെന്തായാലും വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ദേ ഓരോ വെള്ളയപ്പം അങ്ങനെ ചുട്ടെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബോബിയേട്ടൻ ചപ്പാത്തി തന്നെയാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ പിന്നെ 2 ചപ്പാത്തിക്ക് ഉള്ളതും കൂടി പരത്തിയെടുത്തു കേട്ടോ. നല്ല അടിപൊളി വെള്ളയപ്പാണ്. നല്ല വക്കൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി. ഞാൻ കുറേ മുമ്പ് എടുത്തിട്ടുള്ള റെസിപ്പി ഉണ്ട് കേട്ടോ ചാനലിൽ. പിന്നെ ഇതേ വെള്ളയപ്പവും ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി കണ്ടില്ലേ, നല്ല ചൂടൊക്കെ തണിഞ്ഞപ്പോഴത്തേക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാലപ്പൊടി ഒന്നും ഇടാതെ എല്ലാവരും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീൻ പീസ് കറി വെച്ച് നോക്കൂ കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ കൂടി ചെയ്യാവുന്നൊരു കറിയാണ് കേട്ടോ. അങ്ങനെ ചക്കരത ക്ലാസ്സിന് പോകാൻ വേണ്ടി അവളെ ഒന്ന് ചേളാരി കൊണ്ടുപോയി വിട്ടുകൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് ബീട്രൂട്ടിൻ്റെ തോരനാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും വെളിച്ചെണ്ണ ചേർക്കാതെ ആവിയിൽ ലേശം ഒന്ന് വെള്ളം ഒഴിച്ച് അങ്ങനെ വേവിച്ചെടുത്തതാണ് കേട്ടോ. ബീട്രൂട്ട് നന്നായി വെന്ത ശേഷം അതിലേക്ക് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞ ശേഷം അതിലിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ തേങ്ങ ഇടാതെയായിരുന്നു വെക്കാറ്. വെളിച്ചെണ്ണയിലിട്ട് വാട്ടി പച്ചമുളകൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്ന് കേട്ടോ ബീട്രൂട്ട് വയ്ക്കാറ്. ഇപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒട്ടും ഉപയോഗിക്കാറില്ല. അപ്പം ബീട്രൂട്ട് ഇങ്ങനെ തേങ്ങ ഇട്ട് പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കൂടി ചതച്ചിട്ടപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എനിക്ക് വിചാരിച്ചു ഇത് ഒന്ന് ഷെയർ കൂടി ചെയ്യാമെന്ന്. അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇതേപോലെ തന്നെയാണ് കേട്ടോ ചീരയൊക്കെ ഉപ്പേരി വയ്ക്കാറ്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതാ ഉച്ചക്കത്തേക്ക് ഇന്ന് പാഡ്സാണ് കേട്ടോ. പാഡ്സിന് ആ വേവുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കുക്കറിൽ ഇട്ടൊന്ന് വിസിലടുപ്പിച്ച് ഒരു 4-5 വിസിലടിച്ചപ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ വലിയ ഉള്ളി അതൊന്ന് വാട്ടി പിന്നെ അതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല പിന്നെ കുറച്ചൊരു ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പാഡ്സിൻ്റെ കറി അങ്ങനെ വയ്ക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ മുമ്പ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ട് വെക്കാറില്ല കേട്ടോ. പിന്നെ അതിൻ്റെ മുട്ടഞ്ഞരമ്പൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഇട്ട് വേവിച്ചു. അതൊന്ന് തിളച്ച ശേഷമാണ് കേട്ടോ പിന്നെ കരളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് നന്നായി വെന്ത് പാകമായി വരുമ്പോൾ പിന്നെ ലാസ്റ്റാണ് കേട്ടോ ചെറിയ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ട ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ
പിന്നെ ഒരു ഭയങ്കര ഒരു ഉറപ്പായിട്ട് നിൽക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ആ മുട്ട ഇട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം പിന്നെ ആ മൂടി വെച്ച് ചെറിയൊരു ചൂടിൽ അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പാട്സിൻ്റെ കറിക്ക്. പിന്നെ ലാസ്റ്റ് കുറച്ച് നന്നായിട്ട് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാട്സിൻ്റെ കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറുതായിട്ടൊരു പണിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെട്ടി വെയിലത്തൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സഞ്ജും ബോബിയേട്ടനും ആ ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ഈ ഫുഡൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സഞ്ജു കുറേ പ്രാവശ്യമായിട്ടുണ്ട് വിളിക്കുന്നത് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ വീഡിയോയും കൂടി എടുക്കുന്നത് കാരണം ഒന്ന് നേരം വൈകി കേട്ടോ. പിന്നെ ചക്കരയ്ക്ക് പാട്സിൻ്റെ കറി ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അവൾക്കൊരു 4 പീസ് ഉണ്ടായിരുന്നു. അതെടുത്തൊന്ന് ഫ്രൈ ആക്കി ചക്കരയ്ക്ക് കൂടി റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയായി. അതിന് ശേഷം പിന്നെ ഞാൻ ആ തേങ്ങയൊക്കെ ഒന്ന് ഉണക്കാനും വെട്ടാനൊക്കെ ഒന്ന് പോയി കൂടി കേട്ടോ. ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ തേങ്ങയൊക്കെ വെട്ടി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ വെള്ളമൊക്കെ വെട്ടി കുടിച്ചു. ബാക്കിയുള്ള തേങ്ങ കൂടി പൊട്ടിച്ച് പിന്നെ അതൊക്കെ ഒന്ന് ചിക്കി എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. വെയിലത്ത് വെച്ചെടുത്തു. മുറ്റത്ത് നല്ല വെയിലുള്ളത് കാരണം അവിടെ തന്നെ അങ്ങനെ കമത്തി വെച്ച് കൊടുത്തതാണ് കേട്ടോ. സാധാരണ തേങ്ങ പൊളിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് വരലാണ്. ഇപ്രാവശ്യം പിന്നെ ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ ആട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടോടെ ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.